മിസ്സാണ്. യെസ്, നമ്മളിതാ നമ്മുടെ ബേസിക് സയൻസിലെ പുതിയൊരു ചാപ്റ്റർ അല്ലെ, മാജിക് ഓഫ് സെൻസസ്, ഇന്ദ്രിയ ജാലം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അടിപൊളിയായിട്ട് തന്നെ പഠിച്ചു തുടങ്ങാൻ പോവാണ്. നമുക്കറിയാം അല്ലേ, മാജിക് ഓഫ് സെൻസസ്, ഇന്ദ്രിയ ജാലം, എന്തോ ഒരു തരം മാജിക്കിനെ പറ്റിയാണോ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്? ആണോ? നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അല്ലെ. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പല രീതിയിൽ അനുഭവിച്ചറിയാറില്ലേ? പല രീതിയിൽ നമ്മൾ എല്ലാവരും പല കാര്യങ്ങളും അറിയാറുണ്ട് അല്ലെ. നമ്മൾ പാട്ട് കേൾക്കാറുണ്ട്, നമ്മൾ TV കാണാറുണ്ട്, നമ്മൾ ഭക്ഷണം രുചി അറിഞ്ഞുകൊണ്ട് നമ്മൾ കഴിക്കാറുണ്ട് അല്ലെ. ചില സ്മെല്ലൊക്കെ, പൂവൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ സ്മെല്ല് ചെയ്ത് നോക്കാറുണ്ട് അല്ലെ. തൊട്ട് നോക്കിയിട്ടല്ലേ, ഒരു പൂച്ചക്കുട്ടിയോ അല്ലെങ്കിൽ ഒരു പട്ടിക്കുട്ടിയോ ഒക്കെ നമ്മുടെ വീട്ടിൽ നമ്മളെ പെറ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് നോക്കാറുണ്ട്, പൂവിനെ നമ്മൾ തൊട്ട് നോക്കാറുണ്ട്. അപ്പൊ തൊട്ട് നോക്കിയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ അറിയുന്നുണ്ട് അല്ലെ. അപ്പൊ പല രീതിയിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കാറില്ലേ? നമ്മുടെ ചുറ്റുപാട് നമ്മൾ മാത്രമാണോ ഉള്ളത്? അല്ല, ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ട് അല്ലെ. ഇവിടെ നിങ്ങൾ നോക്കിയേ, നമ്മുടെ ചുറ്റുപാടുള്ള കുറെ ജീവജാലങ്ങളുടെ ചിത്രങ്ങളാണിത്. വളരെ കൃത്യമായിട്ട് ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ചിത്രമാണത് അല്ലെ. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ഈ പറയുന്ന ഡോഗ് അല്ലെ, നമ്മുടെ പട്ടിക്കുട്ടി ആയിക്കോട്ടെ, അതിന്റെ പ്രത്യേകത എന്താണ്? വളരെ കുഞ്ഞു ശബ്ദത്തിന് പോലും അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചറിയുന്നുണ്ട്. ഇനി നമ്മളിതാ നമ്മുടെ ഈഗിൾ, നമ്മുടെ പരുന്തിനെ ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ? വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു കോഴി കുഞ്ഞുങ്ങളെയൊക്കെ വളരെ ദൂരത്ത് നിന്ന് കാണാനുള്ള കഴിവ് ഇതിനുണ്ട്. അതുകൊണ്ടല്ലേ പെട്ടെന്ന് വന്നിട്ട് റാഞ്ചി എടുത്തോണ്ട് പോകാൻ പറ്റുന്നത്. ഇനി ഇതാ ഈ കാണുന്ന നമ്മുടെ കരടീനെ പറ്റി പറയുകയാണെങ്കിലോ, യെസ്, അതിന് ചെറിയ സ്മെല്ല് പോലും തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അല്ലെ. നമ്മുടെ പൂമ്പാറ്റയുടെ പ്രത്യേകത എന്താ? പൂമ്പാറ്റ തേൻ നുകരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ കാലുപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? രുചി തിരിച്ചറിയാൻ പറ്റും എന്നുള്ളത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇനി നമ്മുടെ മുതലേനെ പറ്റി നോക്കുകയാണെങ്കിൽ പാറ പോലെയാണ് അതിന്റെ ശരീരം അല്ലെ. നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നേരിട്ടും നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്പർശനം ഏറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ മിസ് പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുള്ള ജീവികളാണ് അല്ലെ. ഇവരും എന്ത് ചെയ്യുന്നുണ്ട്? പല രീതിയിൽ ഇവരുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട്, എന്താ നടക്കുന്നത് എന്നൊക്കെ അവരും മനസ്സിലാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഓരോ ജീവജാലങ്ങൾക്കും അവരുടെ ചുറ്റുപാടിനെ മനസ്സിലാക്കാൻ, അവരുടെ സറൗണ്ടിങ്സിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് അവയവങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ മനുഷ്യന്മാര്, ഞാനും നിങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഹ്യൂമൻ ബീങ്സ് ഇല്ലേ, നമ്മുടെ മനുഷ്യന്മാരില്ലേ, മനുഷ്യന്മാരെ ഇതിനു വേണ്ടി സഹായിക്കുന്ന അവരുടെ അവയവങ്ങൾക്ക് നമ്മൾ ഒരു പേര് പറയുന്നുണ്ട്. അവിടെയാണ് നമ്മള് സെൻസ് ഓർഗൻസ് അഥവാ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്മാരുടെ കേസിൽ പറയുവാണെങ്കിൽ, നമ്മുടെ കേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, 5 സെൻസ് ഓർഗൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാവോ? ദാ ഈ പറയുന്ന ഐസ് ആയിക്കോട്ടെ, ഇയേഴ്സ് ആയിക്കോട്ടെ, നോസ് ആയിക്കോട്ടെ, ടങ് ആയിക്കോട്ടെ, സ്കിൻ ആയിക്കോട്ടെ, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, അതുപോലെ തന്നെ നമ്മുടെ തൊലി അല്ലേ, നമ്മുടെ ത്വക്ക് എന്ന് നമ്മൾ പറയും. ഇത്രയും ആളുകൾ എന്താണ്? നമ്മുടെ മനുഷ്യരുടെ സെൻസ് ഓർഗൻസ് ആണ്, അഥവാ ജ്ഞാനേന്ദ്രിയങ്ങളാണ്. അപ്പൊ എല്ലാ ജീവജാലങ്ങൾക്കും എന്തുണ്ട്? ഈ പറയുന്ന പോലെ അവരുടെ ചുറ്റുപാടിനെ മനസ്സിലാക്കാൻ, അവരുടെ സറൗണ്ടിങ്സിനെ മനസ്സിലാക്കാനായിട്ട് ഒരുപാട് തരത്തിലുള്ള അവയവങ്ങളുണ്ട്. അപ്പൊ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അവയവങ്ങളെയാണ് നമ്മൾ സെൻസ് ഓർഗൻസ്, ജ്ഞാനേന്ദ്രിയം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എത്ര എണ്ണം ഉണ്ട്? അത് 5 എണ്ണം ഉണ്ട്. ആ 5 എണ്ണം ഏതൊക്കെയാണ്? ദാ ഈ പറയുന്ന നമ്മളുടെ യെസ് ഐസ് അല്ലെ, കണ്ണുകളായിക്കോട്ടെ, നമ്മൾ പറഞ്ഞ നമ്മുടെ എന്താണ്, നോസ് ആയിക്കോട്ടെ, അതായത് മൂക്കായിക്കോട്ടെ, ഇയേഴ്സ് അല്ലെ, ചെവി ആയിക്കോട്ടെ, നാക്കായിക്കോട്ടെ, നമ്മുടെ ത്വക്ക് അല്ലെ, സ്കിൻ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? മനുഷ്യരുടെ സെൻസ് ഓർഗൻസ് ആണ്, മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങളാണ്. അപ്പൊ ഈ പറയുന്ന സെൻസ് ഓർഗൻസ് വഴിയാണ് ദാ ഈ പറയുന്ന ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിയുന്നത്. യെസ്, നമ്മള് ആ ഒരു എന്താണ് ബുക്ക് നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സൈറ്റ്, നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലൂടെയാണ് അല്ലെ, നമ്മൾ ഈ പറയുന്ന ഐസിലൂടെയാണ്. നമ്മൾ പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇയർ, നമ്മുടെ ചെവിയാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. നമ്മള് നേരത്തെ മിസ് പറഞ്ഞ പോലെ നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നാണ്, നമ്മുടെ തൊലിയാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന അവയവം എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ, നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റ് ആണെന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ നാവാണ്, നമ്മുടെ
നമ്മുടെ നാക്കിലൂടെയാണ് ആ രുചി എന്ന് പറയുന്ന അനുഭവം നമ്മൾ തിരിച്ചറിയുന്നത്. ഇനി ഈ പറഞ്ഞ പോലെ നല്ല സ്മെല്ല്, നല്ലത് തന്നെ വേണമെന്നില്ല അല്ലെ, ചീത്ത സ്മെല്ലാണെങ്കിലും നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ മണത്തറിയുന്നതും നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ ഈ പറഞ്ഞ മൂക്കിലൂടെയാണ്, നോസിലൂടെയാണ് അല്ലെ. അപ്പൊ ഇവരൊക്കെ എന്താണ്, ഈ പറയുന്ന 5 സെൻസ് ഓർഗൻസ് വഴിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അനുഭവിച്ചറിയുന്നത്. അങ്ങനെ 5 സെൻസ് ഓർഗനും 5 ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും എന്താണ്, എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന അതിന്റെ അത്രയും സുന്ദരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഏതിനെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതനുസരിച്ച് നമ്മുടെ ജീവിതവും എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. നമ്മൾ അറിയുന്ന അനുഭവങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അപ്പൊ മക്കൾ ഓർത്തു വയ്ക്കുക, നമ്മുടെ 5 സെൻസ് ഓർഗൻസ് അല്ലെ, 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെ പേരുകൾ ഓർത്തു വയ്ക്കുക. ഈ ഓരോ സെൻസ് ഓർഗനും, ഓരോ ജ്ഞാനേന്ദ്രിയങ്ങളും എങ്ങനെയൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത്, ഇതിന്റെയൊക്കെ ഈ പറയുന്ന പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഈ അനുഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്, ഇതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ നമ്മൾ അതിനെയൊക്കെ നോക്കി കാണണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവരെയൊക്കെ സഹായിക്കാൻ നമ്മുടെ ഈ പറയുന്ന സയൻസ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ പുതിയ രീതിയിലുള്ള കുറെ സാങ്കേതിക സംവിധാനങ്ങൾ ഇന്നുണ്ട്. അത് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസ്, നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ 5 എണ്ണം ആണെന്നും ആ 5 എണ്ണം ഏതൊക്കെയാണെന്നുള്ളതും മക്കള് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ മക്കള് നോക്കുക, അതാ നമ്മളുടെ സ്വന്തം പൃഥ്വി ബാച്ചിൽ ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് അറിയാം, ആനുവൽ എക്സാം അടുത്തു കഴിഞ്ഞു, നമ്മൾ അവസാന വട്ടം എന്താണ്, തയ്യാറെടുപ്പിലാണ്. അപ്പൊ പുതിയ പാഠങ്ങളുടെ കൂടെ തന്നെ ആദ്യമുള്ള പാഠങ്ങളുടെ റിവിഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ജോയിൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുക. അപ്പൊ ഇനിയും നമുക്ക്, ഞാൻ പറഞ്ഞു അല്ലെ, ഈ ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെയായിട്ട് മിസ് വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.